നമസ്കാരം, ഞാൻ മിനി കുമാരൻ. ടീച്ചറമ്മ എന്ന എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. സാധാരണ ക്ലാസ്സുകളാണല്ലോ ഞാൻ ചെയ്യാറ്. ഇന്ന് ഒരു റെസിപ്പി ചെയ്യാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഡ്രിങ്ക് എന്ന് തന്നെ പറയാം. പക്ഷേ റിച്ച് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് അവൽ മിൽക്കാണ്. ഐസ്ക്രീം, ചോക്ലേറ്റൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതിയാണ് ഞാൻ ഈ റെസിപ്പി ഇവിടെ ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും കാണണം, പ്രോത്സാഹിപ്പിക്കണം. ആദ്യം അവല് ഒരു ഫ്രൈങ് പാനിലിട്ട് കുറച്ച്, ഒരു ടീസ്പൂണൊന്നും വേണ്ട, നെയ്യിട്ടിട്ട്. ഇനിയിപ്പോൾ പ്രായമായവർക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു ഇത്, അതായത് നെയ്യ് നിങ്ങൾ ഉപയോഗിക്കണമെന്നില്ല. ഇട്ട് കുട്ടികൾക്കാണെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അത് അധികം ബ്രൗൺ നിറോ കളർ മാറൊന്നും വേണ്ട, ചൂടാക്കുക എന്നുള്ളതാണ്. ഇത് കഴിക്കുമ്പോൾ കടിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കുമ്പോൾ നല്ല രസമാണ്. അതുകൊണ്ട് മാത്രം അതൊന്ന് നന്നായിട്ട് ചൂടാക്കി അത് മാറ്റി വയ്ക്കണം. അതിനുശേഷം ഇൻഗ്രീഡിയൻസ് പറയാം. മൈസൂർ പൂവൻ പഴമാണ്. മൈസൂർ പൂവൻ പഴം, അതുപോലെ തന്നെ കപ്പലണ്ടി, ചെറി, പാല്, പഞ്ചസാര. പിന്നെ ഒരു ഐറ്റം കൂടെ ഞാൻ പ്രത്യേകമായിട്ട് ചേർക്കുന്നുണ്ട്, ഹോം മെയ്ഡ് ഹോർലിക്സ് ആണത്. ഈ പഴം നിങ്ങൾ പ്രത്യേകിച്ച് ഗേൾസൊക്കെ ആണെങ്കിൽ ഗേൾസിന് നിങ്ങൾ കദളിപ്പഴം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കദളിപ്പഴമോ അല്ലെങ്കിൽ കുന്നമ്പഴമോ. കദളിപ്പഴമൊക്കെ പെൺകുട്ടികളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് വളരെ നല്ലതാണ്. അതുകൊണ്ട് കദളിപ്പഴം കഴിച്ച് ഇത് ആഴ്ചയിൽ 2 ദിവസം ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല അവരുടെ ഹെൽത്തിനെ പറ്റി. അതുപോലെ ഈ പഴം നന്നായിട്ട് പഞ്ചസാരയും ചേർത്ത് അതിന് പറ്റിയ ഇത്തിരി കട്ടിയുള്ള ചില്ല് ഗ്ലാസ് എടുത്ത്, അല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ്സോ എന്തായാലും പാത്രം എടുത്ത് നിങ്ങൾ നന്നായിട്ട് അത് ഉടയ്ക്കണം. ഫോർക്ക് വെച്ചോ സ്പൂൺ വെച്ചോ. അതിനുശേഷം അവല് അതിൻ്റെ മീതെ ഇടണം. അതിനുശേഷം പീനട്ട് ഇടുക, അതായത് കപ്പലണ്ടി. ചെറിയ കഷ്ണങ്ങളാക്കിയ കപ്പലണ്ടിയാണ് ഞാൻ, അങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് പാല്, തണുപ്പിച്ച പാലാകാം. ചൂടുള്ളത് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ ചൂടുള്ളത് എടുക്കാം. തണുപ്പിച്ചതാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത്, അതുകൊണ്ടൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. പാലൊഴിക്കുക. അതിനു മുകളിലായി നിങ്ങൾ കുറച്ചുകൂടെ അവിലിടുക. അവിലിട്ടതിന് ശേഷം ഞാൻ പറഞ്ഞ ഈ ഹോം മെയ്ഡ് ഹോർലിക്സ് അതെങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ളത് ഞാൻ പറയാം. നിങ്ങൾ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഹോം മെയ്ഡ് ഹോർലിക്സ്, ഒരു പ്രത്യേക രുചിയുള്ള ഹോർലിക്സ് ആണ് കേട്ടോ. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതിടുക. അതിനുശേഷം അതിൻ്റെ മീതെ അലങ്കരിക്കാനായിട്ട് ചെറിക്ക് പകരം നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഉപയോഗിക്കും. ഓറഞ്ചൊന്നുമല്ല, ആപ്പിളോ മറ്റോ ഇട്ട് കഴിഞ്ഞാൽ, ആപ്പിളോ അങ്ങനെയുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കുട്ടികളുടെ ഹെൽത്തിനനുസരിച്ച് നിങ്ങൾക്ക് നോക്കിയിട്ട് ഇടാം. വീട്ടിലുള്ളത് തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം. ഇത് മിക്സ് ചെയ്ത് കഴിക്കണം. മുകളിലും കുറച്ച് പഞ്ചസാര അവിലിന് ശേഷം ഇടാം. നല്ല രസമുള്ള ഒരു റെസിപ്പിയാണിത്. ഹെൽത്ത് ആഗ്രഹിക്കുന്നവർ, ഹെൽത്തി ഫുഡാണ്. അതുകൊണ്ട് വൈകുന്നേരത്തെ ചായക്ക് ശേഷമുള്ള 5 മണി നേരത്തൊക്കെ കുട്ടികൾക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം കൊടുക്കാം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഓക്കെ, താങ്ക് യു.